ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മഴ ആയതുകൊണ്ടായിരിക്കും കുറേ പേരൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ ഇരുന്ന് മഴ നനഞ്ഞ് പനി പിടിക്കുമെന്നൊക്കെ പേടിച്ചിട്ടാണോ എന്തോ. നമ്മൾ ഈ ടാർപ്പയുടെ കീഴിൽ ഇരിക്കുവാണല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളങ്ങനെ പെന്തക്കോസ്ത് തുടങ്ങി. അന്യഭാഷ എങ്ങനെയൊക്കെയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്തെല്ലാമാണ്, പിന്നെ അങ്ങനെ തുടങ്ങി നമ്മളങ്ങനെ വ്യാഖ്യാന പരത്തിലോട്ടൊക്കെ കയറിപ്പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ആഴ്ചയിൽ വെഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ ഒക്കെ ആഘോഷിക്കുന്നവരുണ്ടോ? ആരെങ്കിലും? ഇല്ലല്ലേ? എന്നാൽ നമ്മൾ യൂട്യൂബിൽ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യൂട്യൂബിൽ കാണുന്ന സഹോദരങ്ങൾ, നിങ്ങൾ ഈ ആഴ്ച ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങി ഈ ആഴ്ച, നിങ്ങളത് ഏത് സമയത്തും മെസ്സേജ് കേൾക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ ബർത്ത്ഡേ ആണ് വരുന്ന ദിവസമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ സഭയായി ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. എല്ലാവരും ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന സഹോദരന്മാർക്കായി, സഹോദരിമാർക്കായി, കുഞ്ഞുങ്ങൾക്കായി, അമ്മമാർക്കായി, അപ്പന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആരെങ്കിലും പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അവരുടെ ഈ പുതിയ വർഷം അനുഗ്രഹിക്കപ്പെടട്ടെ, നന്മകളാൽ നിറയട്ടെ, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി മാറട്ടെ. കർത്താവെ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും പ്രിയപ്പെട്ട അമ്മമാരുടെ, അപ്പന്മാരുടെ കുഞ്ഞുങ്ങളോ അവരുടെ കൊച്ചുമക്കളോ ആരായോ ആയിക്കോട്ടെ, കർത്താവ് ഈ ശബ്ദം കേൾക്കുന്നവർ, കർത്താവെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർ, ആ കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയുന്നവരായി തീരുവാനായിട്ട് സഹായിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ പേരെയും അവങ്ങൊന്ന് ഒന്നിച്ച് ദൈവ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ഒന്നിച്ച് ആത്മാവിൽ ഇപ്പോൾ പ്രാർത്ഥിച്ച് അവരെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് കടന്നു വരാം കേട്ടോ. നമ്മൾ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അന്യഭാഷയെക്കുറിച്ചാണ്. ഇന്നലെ ഞാൻ അന്യഭാഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം എല്ലാവരും ഇല്ലായിരുന്നു, നമ്മൾ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, അന്യഭാഷകൾ 5 വിധം ഉണ്ടെന്നാണ് പറഞ്ഞത്. മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകൾ, ദൂതന്മാരുടെ ഭാഷകൾ, സ്വർഗത്തിലെ ഭാഷ, പരിശുദ്ധാത്മാ ഉപയോഗിക്കുന്ന ഭാഷ, ദൈവം സംസാരിക്കുന്ന ഭാഷ. അങ്ങനെ 5 വിധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ വേദഭാഗങ്ങളെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പറയുകയും അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ദയവായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ബാക്കി 2 ഭാഗങ്ങൾ മുന്നമേ ഉണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്ന് പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ വന്നാൽ കുറച്ചുകൂടി നിങ്ങൾക്കിത് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ 3 വരങ്ങൾ പ്രധാനമായിട്ട് സ്പിരിച്വൽ ഗിഫ്റ്റിൽ 3 കാര്യങ്ങൾ, വിവിധ ഭാഷകളുടെ വരം, അതിൻ്റെ വ്യാഖ്യാന വരം, പ്രവചന വരം, ഈ 3 കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് 3ഉം ദൈവത്തോട് സംസാരിക്കുന്നതിന് ദൈവം നൽകിയിരിക്കുന്ന വരങ്ങളാണ്. ദൈവത്തോട് സംസാരിക്കുന്നതിനും ദൈവം പറയുന്നത് മനസ്സിലാക്കുന്നതിനും അത് മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനും ഇങ്ങനെ വരുന്ന ഈ 3 ഗിഫ്റ്റുകളും ഒരേ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അന്യഭാഷ സംസാരിക്കുന്നവൻ നിശ്ചയമായും വ്യാഖ്യാനിക്കുകയും നിശ്ചയമായും പ്രവചിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ബൈബിളിൽ അതിന് തെളിവുകളുണ്ട്. അന്യഭാഷ സംസാരിക്കുന്നവർ വ്യാഖ്യാനിക്കുന്നു, പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ഈ 3 വരങ്ങളും പരസ്പരം റിലേറ്റ് ചെയ്താണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അന്യഭാഷ സംസാരിക്കുന്ന ഒരുവന് അതിനെ വ്യാഖ്യാനിക്കുവാനും കഴിയും, പ്രവചിക്കുവാനും കഴിയും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അന്യഭാഷ എന്ന് പറയുന്നത് എല്ലാ വരങ്ങളുടെയും എല്ലാ ഗിഫ്റ്റുകളുടെയും താക്കോൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് നിസ്സാരമായ ഒന്നല്ല. നമ്മൾ ഈ പറയുന്ന അന്യഭാഷ എന്ന് പറയുന്നത് വിക്കി പറയുന്ന അധരങ്ങളിൽ തുടങ്ങുന്ന നമ്മുടെ ആ ഭാഷ എന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നല്ല. ആദ്യം അത് ശബ്ദങ്ങളായിട്ട് വരുമെങ്കിൽ പിന്നീട് അത് വാക്കുകളായിട്ടും ഭാഷകളായിട്ടും നമ്മളിൽ നിന്നെല്ലാം അത് വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയാവും. നമുക്കിവിടെ ഇരിക്കുന്നവർക്ക് ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ട്, അത് അല്ലയോ? അനുഭവമുണ്ട്. അപ്പോൾ കിട്ടാത്തവരെന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ വിവിധ തരം ഭാഷകളാൽ അങ്ങ് നിറയ്ക്കണം. എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയായിരിക്കണം. വിവിധ തരം ഭാഷകൾ പറയാനായിട്ട് എന്നെ സഹായിക്കണം. പറഞ്ഞാൽ മാത്രം മതിയോ? വ്യാഖ്യാനിക്കണം. നമുക്കത് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണ്ടേ? നമ്മൾ അപ്പനും മക്കളും കൂടി സംസാരിക്കുന്ന
ആ ഭാഷ എന്തോന്നാണെന്ന് നമുക്ക് അറിയണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകളാണ് നമ്മുടെ നാവിലൂടെ ദൈവം തരുന്നതെങ്കിൽ അത് മറ്റു മനുഷ്യർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അതല്ലേ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. അവിടെ കൂടെ നിന്നവർക്ക്, കേട്ടുകൊണ്ട് നിന്നവർക്ക് ഇവർ ദൈവത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെയുള്ള ഭാഷകളുണ്ട്. ഇനി ദൂതന്മാർ സംസാരിക്കുന്ന ഭാഷകളുണ്ട്. അത് ഞാൻ ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇനി സ്വർഗത്തിൽ പൗലൂസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ കേട്ട ഉച്ചരിച്ചു കൂടാൻ പറ്റാത്ത ഭാഷയുണ്ട്. അങ്ങനത്തെ ഭാഷയുണ്ട്. 4, പരിശുദ്ധാത്മാവ് ഇന്റർസീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഞരക്കങ്ങളാകുന്ന ഭാഷകളുണ്ട്. അത് ഞാൻ പറഞ്ഞു. റോമർക്ക് എഴുതിയ ലേഖനം 8 അതിന്റെ 26 വാക്യം മുതൽ വായിക്കുമ്പോൾ അത് കാണാം. ഇന്നലെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു സ്വകാര്യ ഭാഷയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ 5 കാര്യങ്ങളും ദൈവകൃപയാൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്കത് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോസിബിൾ ആയില്ലേ? അല്ലേ ബ്രദർ? എന്ത് പറയുന്നു? ആവും. എനിക്ക് അത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയും. അതിന് നമുക്കൊരു ദാഹം ഉണ്ടാവണം. നമ്മൾ ഈ അന്യഭാഷ ഉണ്ടല്ലോ, നമ്മളിങ്ങോട്ട് വന്നിരുന്ന് ആരാധിക്കുമ്പോൾ നമ്മളൊരു സമയം വെച്ചിട്ടുണ്ടല്ലേ. നമ്മളെപ്പോഴും അന്യഭാഷ പറയില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്ന ഉടനെ അന്യഭാഷ 1 മണിക്കൂർ, അടുത്ത ആളിനെ വിളിച്ചിട്ട് അയാൾ അന്യഭാഷ പറഞ്ഞു, വേറൊരാളെ വിളിച്ചിട്ട് വേറെ അന്യഭാഷ പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനു വേണ്ടി ഒരു പ്രത്യേക സമയം ഇവിടെ കണ്ടെത്താറുണ്ടല്ലേ, ദൈവത്തോട് സംസാരിക്കാനും ആത്മാവിൽ നിറയാനുമില്ല. അത് അങ്ങനെ തന്നെ അതിൻ്റെ ഓർഡറിൽ നടക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഈ വ്യാഖ്യാനിക്കുന്ന ഒരുവൻ സഭയിലുണ്ടെങ്കിലും, അന്യഭാഷയെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിലും, ഞാൻ ഇവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞാൽ അയാളെ നിർത്തിയാൽ മതി, എന്താണെന്ന് പറഞ്ഞു തരും അല്ലേ. അടുത്ത ആൾ വരുന്നു, അന്യഭാഷ പറയുന്നു, എന്താണ് പറഞ്ഞതെന്ന് അയാൾ പറയുന്നു. സഭയ്ക്ക് എത്രത്തോളം ആത്മീക വർധന ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർ എഴുന്നേൽക്കണ്ടേ? വേണം വേണം. ആരാഗ്രഹിക്കുന്നതിനായിട്ട്? നിങ്ങളെല്ലാം വേണം വേണമെന്ന് പറയുന്നുണ്ട്. ഇതിലിരിക്കുന്നവർ എത്ര പേര് വ്യാഖ്യാന വരത്തിനായിട്ട് ഇതുവരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഞാൻ ചോദിക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ തരത്തുള്ളൂ. പൗലൂസ് പറയുന്നു, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ഉണ്ടാകാനായിട്ട് വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ ആത്മീക വർധനവ് സഭയ്ക്ക് ഉണ്ടാകാനല്ല ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് എങ്ങനെ എന്തേലും മനസ്സിലാവാൻ വേണ്ടിയാണ്. ഞാനിതിങ്ങനെ പറഞ്ഞ് കുറേ നാളിങ്ങനെ ആയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പിന്നെ എന്താണ് അപ്പൻ സംസാരിക്കുന്നതെന്ന് അറിയാനുള്ള കൊതി എൻ്റെ ഉള്ളിൽ അങ്ങ് ദാഹം വർദ്ധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അതിനുവേണ്ടി ഞാൻ ഏകദേശമുള്ള 1 മാസത്തോളം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. സഭയ്ക്ക് ആത്മീയ വർധന ഉണ്ടാകണം, അങ്ങനെയുള്ള കാര്യമില്ല. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, എനിക്കപ്പൻ പറയുന്നത് മനസ്സിലാകണമെന്നുള്ളതാണ്. എന്താ ഈ പറയുന്നല്ലേ? ഞാൻ കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ നേതാട്ടോ പറയുന്നുണ്ട്, ഇവിടെ നിന്റെ ആത്മാവ് പറയുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആത്മീക വർധന ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലേ? അന്യഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ സ്പിരിച്വൽ ഗിഫ്റ്റുകളും പൊതുപ്രയോജനത്തിനായി ദൈവം നൽകിയിരിക്കുന്നതാണ്. എന്നാൽ അന്യഭാഷയ്ക്ക് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മളെ അത് സ്പിരിച്വലി വളർത്തുക കൂടി ചെയ്യുന്ന ഒരു ഗിഫ്റ്റാണ് ടങ്സ്. മനസ്സിലായോ? ബാക്കി എല്ലാ വരങ്ങളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അത് മറ്റുള്ളവർക്കും കൂടി ദൈവം പ്രയോജനത്തിനാണ്, പൊതുപ്രയോജനത്തിനാണ് ദൈവം നൽകുന്നത്, നമ്മുടെ പ്രയോജനത്തിലല്ല. എന്നാൽ അന്യഭാഷയ്ക്ക് നമ്മളെ കൂടെ വളർത്താൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതിനുള്ള ഒരു കപ്പാസിറ്റി ടങ്സിൽ സംസാരിക്കുന്നവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാതെ എനിക്ക് ആത്മീക വർധന വരിക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എൻ്റെ സ്പിരിറ്റ് വളരുന്നുണ്ട്, സ്പിരിറ്റ് മാനിൽ എന്തൊക്കെയോ ഫീഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ മൈൻഡിലോട്ട് അത് എത്തുന്നില്ല. അതാണ് അന്യഭാഷകൾ സംസാരിക്കുന്നെങ്കിലും, കൈയടിക്കുന്നെങ്കിലും, പ്രാർത്ഥിക്കുന്നെങ്കിലും, ആരാധിക്കുന്നെങ്കിലും നമ്മുടെ ജീവിതം മാറാത്തത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതം മാറുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതം മാറണമെങ്കിൽ ഈ വ്യാഖ്യാനപരം വർക്ക് ചെയ്തേ മതിയാകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? പറയുന്ന പിടികിട്ടിയോ? നമ്മുടെ ജീവിതം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഈ വ്യാഖ്യാനപരം വരണം. എന്താണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായാലേ എൻ്റെ ജീവിതം രൂപാന്തരപ്പെടുന്നുള്ളൂ. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ
ഇങ്ങനൊരു ഭാഗമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. എഫേസ്യർ 3-ാം അധ്യായം എടുത്താട്ടെ. അതിൻ്റെ 16-ാം വാക്യം, 17, 18, 19 ഇത്രയും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരുവാ കേട്ടോ. അവൻ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്താൽ അതായത് ദൈവസ്നേഹത്തിന്റെ ഡയമെൻഷൻസ്, നീളം, വീതി, ആഴം, ഉയരം, ഇത് മനസ്സിലാക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇത് പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഒന്ന്, ശക്തിയോടെ ബലപ്പെടണം. എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞാട്ടെ? ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടണം. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസത്താൽ വസിക്കണം. ആര് വസിക്കണം? ക്രിസ്തു ഹൃദയത്തിനകത്ത് വിശ്വാസത്താൽ വസിക്കണം. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഡയമെൻഷൻസ്, അതായത് നീളം, ഉയരം, ആഴം, വീതി ഇത്രയും അറിയണം. പിന്നെ ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നമ്മൾ നിറഞ്ഞു വരണം. ഇത്രയും കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമുക്ക് സ്പിരിച്വൽ ഗിഫ്റ്റ് ഇല്ലാതെ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ദൈവസ്നേഹം മുഴുവനും നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? പിന്നെ എന്ത് ചെയ്യണം? ആത്മാവിൽ നമ്മൾ ബലപ്പെടണം. പിന്നെ എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം ഇതൊക്കെ അറിയണം. പിന്നെ ദൈവത്തിന്റെ നിറവിനോളം നമ്മൾ എന്ത് ചെയ്യണം? നിറഞ്ഞു വരണം. എങ്ങനെ നിറഞ്ഞു വരും? എങ്ങനെ ബലപ്പെടും? എങ്ങനെ വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കും? അല്ലേ? വചനം കേൾക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കും, അല്ലേ? വചനം കേൾക്കുമ്പോൾ സംഭവിക്കും. എങ്കിലും ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വളരാൻ സഹായിച്ചത് ഞാൻ പറയുന്ന അന്യഭാഷയുടെ വ്യാഖ്യാനം എനിക്ക് ലഭിച്ചപ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു ഭാഷയല്ല, പല ഭാഷകൾ പറയുന്നുണ്ട്. മുഴുവൻ ഭാഷയും വ്യാഖ്യാനിക്കാൻ എനിക്ക് അറിയത്തുമില്ല. ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറയും. എന്നാൽ ദൈവം എന്നോട് സംസാരിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഭാഷ ദൈവത്തിനുണ്ട്. മനസ്സിലായോ? ഞാനൊരു ഉദാഹരണം പറയുകയാണ്. നിങ്ങൾ ഇത് വെച്ച് ക്രിട്ടിസൈസ് ചെയ്യാനൊന്നുമല്ല, ഉദാഹരണം മാത്രം. വളരെ ശ്രദ്ധയോടെ ഒരു ഉദാഹരണമായിട്ട് മനസ്സിലാക്കണം. രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളുണ്ടെന്ന് ഇരിക്കട്ടെ കേട്ടോ. ഒരാളെ നമുക്ക് എവിടെ വയ്ക്കാം? ഒരാളെ നമുക്ക് ഡൽഹി വയ്ക്കാം, ഒരാൾ തിരുവനന്തപുരത്ത് ഇരുന്നോട്ടെ. ഒരു പരസ്പരം ഇഷ്ടപ്പെടുന്നവരാ, സ്നേഹിക്കുന്നവരാ കേട്ടോ. രണ്ടുപേര് രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണെന്ന് വയ്ക്കുക. ഇവരെ സ്നേഹത്തെക്കുറിച്ച് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് അറിയില്ല എന്ന് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? മൊബൈലില്ല, ഇന്റർനെറ്റ് ഇല്ല, ഒരു ഫെസിലിറ്റീസും ഇല്ല അവർക്ക്. അപ്പോൾ അവർക്ക് തമ്മിൽ സംസാരിക്കണം. അപ്പോൾ അവരെന്താണ് മുൻകാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്? ലെറ്റർ ഓക്കെ, കത്തെഴുതും, അല്ലേ? കത്തെഴുതി ആ മകൻ അവിടെ ഇരുന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള വീട്ടിലല്ലേ വരത്തുള്ളൂ? പറ, അഡ്രസ്സ് വെച്ചാൽ വീട്ടിലല്ലേ വരും. അപ്പോൾ ആദ്യം ആര് വായിക്കും? അപ്പനമ്മയെ വായിച്ചിട്ട് മോക്ക് കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പോൾ അവർക്ക് സ്വകാര്യമായിട്ട് ഒരു കാര്യവും എഴുതാനായിട്ട് പറ്റില്ല. ഇത് ഉദാഹരണമായിട്ട് കണ്ടോളണേ, ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് പറ്റത്തില്ല. അങ്ങനെ ആയപ്പോൾ ഇവരൊരു കാര്യം തീരുമാനിച്ചു, നമുക്കൊരു ലാംഗ്വേജ് അങ്ങ് ഉണ്ടാക്കാം. മനസ്സിലായോ? എ എന്ന് എഴുതുന്നതിന് ഒരു വര രണ്ട് കുത്ത്. ഇവരൊരു ലാംഗ്വേജ് ഉണ്ടാക്കുക. എ എന്ന് പറയുന്ന അക്ഷരത്തിന് ഒരു വര രണ്ട് കുത്ത്. അപ്പോൾ എന്താണത്? എ ആണെന്ന് നീ എടുത്തോണം. ബി എന്ന് പറയുന്നതിന് വേറൊരു ഷേപ്പ്, ഒരു പി പോലെ വരച്ചിട്ട് അതിനകത്തൊരു കുത്ത്, ബി. അപ്പോൾ ഇവൾ ഈ ലാംഗ്വേജ് അങ്ങിരുന്ന് കാണാതെ പഠിച്ചു. എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവനുമായി സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു പുതിയ ലാംഗ്വേജ് ഒക്കെ പഠിക്കുക. ഹല്ലേലൂയ. അങ്ങനെ എ തൊട്ട് ഇസഡ് വരെ ഒരു പുതിയ ഒരു അക്ഷരമാല ഉണ്ടാക്കി പിന്നെ കത്തെഴുതാൻ തുടങ്ങി. പിന്നെ ഈ അച്ഛനും അമ്മയ്ക്ക് വായിച്ച എന്തെങ്കിലും മനസ്സിലാവും? എന്തുകൊണ്ടാ?
ഭാഷ മാറി. ഹല്ലേലൂയ, ലാംഗ്വേജ് മാറി. ഈ പെങ്കൊച്ചിന് വായിച്ചാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇതുപോലെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു ലവ് ലാംഗ്വേജ് ഉണ്ട് സഹോദരങ്ങളെ. ഇത് പറയാനാ ഇത്രയും പറഞ്ഞത് കേട്ടോ. അത് ദൈവത്തിനും നമുക്കും മാത്രമേ മനസ്സിലാവൂ. പിടി കിട്ടിയോ? ഞാൻ പൊതുവിൽ നിന്ന് അന്യഭാഷ പറയുമ്പോൾ ഒരിക്കലും എനിക്ക് ആ ഭാഷ വരില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവവുമായിട്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വരുന്ന ആ ഒരു ഭാഷയില്ലേ, ഞാൻ പറഞ്ഞല്ലോ, ദൈവം സംസാരിക്കുന്ന ഭാഷ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:11 വ്യക്തമായി പറയുന്നുണ്ട്. വിക്കി പറയുന്ന പിന്നെ അധരങ്ങളാലും അന്യഭാഷയാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും അല്ലേ. ജനത്തോടെന്ന് പറയുമ്പോൾ മറ്റുള്ളവരോടും ആകാം, നമ്മളോടും ആകാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഷ എന്ന് പറയുന്നത് സ്പെഷ്യലാണ്, സംതിങ് സ്പെഷ്യൽ ലാംഗ്വേജ്. എന്തിനാണ്? നമ്മളോട് കർത്താവിന് സംസാരിക്കാൻ, നമ്മളോട് സ്നേഹം പങ്കിടാൻ. ആ ഭാഷയുടെ അർത്ഥം നിങ്ങൾ ആദ്യം അറിയണം. അർത്ഥം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം കേട്ടോ. അതെന്താണ് കർത്താവ് പറയുന്നതെന്ന് അറിയണം. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയട്ടെ. മിക്കവാർക്കും എല്ലാം തന്നെ അന്യഭാഷ കൊടുക്കുന്നവർക്ക് കർത്താവ് വ്യാഖ്യാന വരത്തിന്റെ ഗിഫ്റ്റ് കൂടി ഓൾറെഡി അവരെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഞാൻ കണ്ടുപിടിച്ചത്, ഞാൻ നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ, മനസ്സിലാക്കിയെടുത്തോളം അവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ വേറെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന അന്യഭാഷയിലൊന്നും അവർ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാറില്ല. മനസ്സിനകത്തോട്ട് അത് എടുക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. എന്ത് ചെയ്യുന്നു? വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെ പ്രധാനമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അന്യഭാഷ പറയണമെന്നാണ്. ഇത് തെറ്റായ ഒരു ധാരണയാണ്. അതൊന്ന് തിരുത്താനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുകയും, മനസ്സിലായോ, ആ പ്രാർത്ഥനാ വിഷയങ്ങളെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനല്ലത്. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് എപ്പോഴും ദൈവഹിതപ്രകാരമാണ് പക്ഷപാതം ചെയ്യുന്നത്. അത് നമ്മൾ മറന്നു പോരുത്. നമ്മുടെ ഹിതപ്രകാരമല്ല. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അത് വ്യക്തമായി പറയുന്നു. പരിശുദ്ധാത്മാവ് തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതിനാൽ ഒരിക്കലും നമ്മുടെ ഹിതപ്രകാരമല്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വ്യാഖ്യാന വരത്തിലോട്ട് എത്താനായിട്ട് എളുപ്പം കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന വാക്കുകളിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത്. അങ്ങനെ ഞാൻ പരിശീലിച്ചു തുടങ്ങിയപ്പോൾ ആണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞ വാക്കിൻ്റെ മലയാളം എൻ്റെ അകത്ത്, ഹൃദയത്തിനകത്ത് കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനകത്ത് ആരോ എഴുതാൻ തുടങ്ങി. ഞാൻ പറയുന്ന അതിൻ്റെ മലയാളം എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അതിൽ പ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലേ. ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവാണ്, നീ എൻ്റെ പുത്രനാണ് എന്ന് പറയുന്നതാണ് ആദ്യം ഞാൻ കേട്ട പരിശുദ്ധാത്മാവിൻ്റെ സ്വരം. അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേട്ടതാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇതെല്ലാം ബൈബിളിൽ ഉള്ളതല്ലേ, അവിടെ എവിടെയൊക്കെ ഉണ്ട്, ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു തുടങ്ങിയത്. ആദ്യമേ ഇങ്ങോട്ട് വന്നിട്ട് നീ എൻ്റെ വേലക്കാരിയാണ്, എൻ്റെ വേലയെല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കണം എന്ന് പറഞ്ഞ വല്ലതും ഞാൻ ചെയ്യൂ? നമ്മൾ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ അന്യഭാഷയിൽ. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ആദ്യം ആശ്വാസമാണ്. ശരിയല്ലേ? ദൈവം അമ്മയേക്കാൾ ഏറെ ആശ്വസിപ്പിക്കുന്നവനാണ്. അതല്ലേ കുറച്ച് നേരത്തെ പാടിയത്, ഇവിടെ അഞ്ജനയല്ലേ പാടിയത്? പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം. തന്നെ വേദനിച്ച് പ്രസവിച്ച അമ്മ മറന്നാൽ പോലും ഒരമ്മയും അങ്ങനെ മറക്കത്തൊന്നുമില്ല. എന്നാലും ഞാൻ പറയുന്നത്, എന്നാലും ദൈവം മറക്കത്തില്ല. അതുപോലെ ആശ്വസിപ്പിക്കുന്ന ഒന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ലഭിച്ചത് ആശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദത്തിന്റെ അർത്ഥം ഗ്രഹിച്ചാലല്ലേ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കുകയാണോ? ഇനി എന്തെങ്കിലും മെസ്സേജ് തരികയാണോ? അടുത്ത ആൾക്ക് കൊടുക്കാനുള്ള ദൂത് തരികയാണോ? വെളിപ്പാടുകൾ തരികയാണോ? മർമ്മം തരികയാണോ? നമുക്ക് എന്നാലല്ലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാര്യം പിടികിട്ടിയോ?
നമ്മൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയാലേ ദൈവം എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് എൻ്റെ മനസ്സിനകത്തോട്ട് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വ്യാഖ്യാനപരമെന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കതൊന്നും ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാനതൊക്കെ പ്രാപിച്ചെടുക്കുന്നേ ഉള്ളൂ. എൻ്റെ ആദ്യകാല സമയങ്ങളിൽ ഞാൻ ഈ വ്യാഖ്യാനപരം പ്രാപിക്കുന്ന സമയത്ത് എൻ്റേതല്ലാത്ത ഭാഷകൾ കേൾക്കുമ്പോൾ അതിനെ ഞാൻ വ്യാഖ്യാനിക്കുമായിരുന്നു. പിന്നെ അത് നിന്നുപോയി. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്, അതും ഞാൻ തന്നെ പറയാം. അതിന് കാരണക്കാരിയും ഞാനാണ്. അതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ അന്നേരം ആത്മാവിൽ വലിയ ആവേശമുള്ള ആളായിരുന്നു. മനസ്സിലായോ? ഞാൻ ഒരു പ്രേയർ ടവറിലൊക്കെ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞാൽ അവിടെ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പോകുമായിരുന്നു. അന്നേരം അവിടെ 5-6 വർഷങ്ങൾ കൊണ്ട് ഇരിക്കുന്നവരുണ്ട്. അവരൊക്കെ കുഞ്ഞായിട്ടാണ് അന്യഭാഷ പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോയി നിന്ന് ലാംഗ്വേജ് പോലെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ പറയാതായി. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞില്ല. പിന്നെ അവരവിടെ ഇരുന്ന് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇതാണ് അവർ സംസാരിക്കുന്നത് എൻ്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ട് വരും. മനസ്സിലായോ? ഞാൻ പ്രാർത്ഥന കഴിയുമ്പോൾ അവർ വിളിച്ചിട്ട് പറയും, സഹോദരി നിങ്ങൾ ഇന്ന് സംസാരിച്ചത് ഇതാണ് കർത്താവിനോട്. അപ്പം അവർക്ക് എന്തോ ഇഷ്ടപ്പെടാത്ത പോലെ തോന്നും. അങ്ങനെ തോന്നുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ എന്നെ അവരങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, കർത്താവെ ഞാൻ ഇന്നലെ ചെയ്ത ആ പാപം എന്നോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവ് ഇന്റർസീഡ് ചെയ്യുന്നതാണ് അകത്തിരുന്ന്. ഇവരേതുകൊണ്ടോ വലിയ കാര്യം പറയുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇതാണ് ഇവർ പറയുന്നത്, ഇന്നലെ ഞാൻ ചെയ്ത പാപം എന്നോട് ക്ഷമിക്കണമേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കായിട്ടല്ല, അവരെ വിളിച്ച് അവരോട് പറഞ്ഞാൽ പോലും അത് സത്യമാണെന്ന് അവർക്കറിയാം. പക്ഷെ അവരെന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. ഒന്ന് താഴാനോ, മോളെ നീ ഇതാ ദൈവസന്നിധി പറഞ്ഞത്, നിന്റെ പാപം പരിശുദ്ധാത്മാവ് ക്ഷമിക്കണേ എന്ന് പറയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഇവർ അംഗീകരിക്കത്തില്ല. അവർ ചെയ്യാൻ നോക്കുന്നത് നമ്മളെ ഒതുക്കാൻ നോക്കും. മനസ്സിലായോ? നമ്മളെവിടെ ഒതുക്കി ഇരുത്താൻ നോക്കും. അവർ ചെയ്യുന്ന പാപം റിപ്പന്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാകില്ല. പറഞ്ഞു കൊടുക്കുന്നവനെ മാറ്റിയിരുത്താൻ നോക്കും. എല്ലായിടത്തും അതുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആയപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. ഞാൻ കർത്താവിനോട് പറഞ്ഞപ്പ എൻ്റെ ഭാഷ മാത്രം എനിക്ക് അങ്ങ് വ്യാഖ്യാനിച്ചാൽ മതി. പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലേ നമ്മുടെ മനസ്സിലൊരു വേദന ഉണ്ടാകുന്നത്. ഇനി ഭയങ്കര വേദനയാണ്. അവരോടൊന്നും പോയി പറഞ്ഞ് അവരങ്ങ് ശരിയാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളീ പോയി പറയുന്നത്. അവരെ പേഴ്സണലായിട്ട് വിളിച്ചു നിർത്തി, മോളെ ഇതാ കാര്യം, നീ അപ്പോൾ ഇനി പാപം ചെയ്യരുത്, പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്നോട് ഒരു ദേഷ്യം. ഇതെല്ലാം പബ്ലിക്കായിട്ട് സിസ്റ്റർ എങ്ങനെ അറിയുന്നു? ഞങ്ങൾ എത്ര വർഷം കൊണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, പെട്ടെന്ന് ഇതാ 1 മാസം കൊണ്ട് കയറി വന്ന ആൾ കൃപാവരത്തിൽ വളർന്ന് വരികയാണ്. അതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അവരെ കുറിച്ചൊന്നും പരാതിയില്ല. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം. വേണ്ടപ്പാ, ഞാൻ എൻ്റെ തന്നെ അങ്ങ് വ്യാഖ്യാനിച്ചോളാം. ഇനി അത് കേട്ടാലും എനിക്കങ്ങ് മനസ്സിലാവണമെന്നില്ല. സത്യം ഞാൻ പറയട്ടെ, വലിയൊരു കൃപാവരമായിരുന്നു കർത്താവ് എനിക്ക് തന്നത്. ഞാനതിനെ ഡിനേ ചെയ്തുകൊണ്ട് എനിക്കതിപ്പോൾ വർക്ക് ചെയ്യാത്തത്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഉള്ളവരായിരിക്കരുത്. എന്നെപ്പോലെ ഒരു മണ്ടിയായി നിങ്ങൾ മാറരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെയുള്ള കൃപാവരങ്ങൾ തന്നാൽ നിങ്ങൾ ദയവായി അത് അംഗീകരിക്കുകയും അതിനൊരു വില കൊടുക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ദൈവം അത് തരത്തില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞാനത് കർത്താവിനോട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അന്യഭാഷകൾ എന്ന് പറയുമ്പോൾ പലതരം. നമ്മുടെ കൂടെ ഇരിക്കുന്നവർ തന്നെ ചിലർ സ്തുതിക്കുന്ന അന്യഭാഷകൾ പറയുന്നവരുണ്ട്. രാജാതി രാജാവേ, കർത്താതി കർത്താവേ, അഗ്നി സ്തംഭമായവനെ, മേഘസ്തംഭമായവനെ, ഇങ്ങനെയാണ് അവർ പറയുന്നത്. കുറച്ച് പേര് അന്യഭാഷ, അത് സ്തുതിക്കുന്ന അന്യഭാഷകളാണ്. അത് ബൈബിളിൽ തന്നെ അതിന് തെളിവുണ്ട്. സ്തോത്രം ചൊല്ലുന്ന അന്യഭാഷകൾ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ സ്തോത്രം ചെയ്യുന്നവരായിരിക്കാം, പക്ഷെ ആത്മവരമില്ലാത്തവനകത്ത് വന്നാൽ അത് മനസ്സിലാകില്ല. നിങ്ങൾ നന്നായി സ്തോത്രം ചൊല്ലുന്നുണ്ട് സത്യം, പക്ഷെ വരമില്ലാത്തവൻ തിരിച്ചറിയാത്തത് കൊണ്ട് നിങ്ങളുടെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? അപ്പോൾ നമ്മളിത് സ്തുതിക്കുന്ന അന്യഭാഷകളുണ്ട്, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതുണ്ട്. ഒരിക്കലും ഒരു സഹോദരി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 വാക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനതിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുവാണ്. കേട്ടപ്പോൾ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ, ഈ 2 വാക്കുകൾ മാത്രമാണ് ആ സഹോദരി പറയുന്നത്. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സിസ്റ്റർ, ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ദൈവത്തോട് പറയുകയാണ്, എന്ത്? എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ. അപ്പോൾ അവർ അഭിഷേകം പ്രാപിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഓപ്പൺ ആയപ്പോൾ ഉള്ള തലങ്ങളാണ്. അങ്ങനെ പലരും സംസാരിക്കുന്ന ഭാഷകൾ പലതാണ്. ഇതെല്ലാം കൂടെ ഒന്നല്ല, അതിൻ്റെ അർത്ഥങ്ങൾ പലതാണ്. പക്ഷെ അതൊക്കെ നമുക്ക് മലയാളത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിനെ ശാസിക്കുന്ന പ്രാർത്ഥനകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അപ്പോൾ അത് മനസ്സിലാവും നമുക്ക്. പൈശാചിക മണ്ഡലങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന പ്രാർത്ഥന അവർക്ക് കിട്ടത്തില്ല. എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ആ ഗിഫ്റ്റൊക്കെ ഒരുപാട് വീക്കായിപ്പോയി കേട്ടോ. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ തന്നെയാണ് കാരണം. ഞാൻ പിന്നെ ശ്രദ്ധിക്കാനും അവർ പറയുന്ന വ്യാഖ്യാനിക്കുവാനൊന്നും ഞാൻ പിന്നീട് നിൽക്കാറില്ല.
എങ്കിലും ചില സഹോദരങ്ങൾ എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, സിസ്റ്ററെ ഞാൻ പറയുന്ന അന്യഭാഷ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് കേട്ട് പറഞ്ഞു തരുമോ? ഞാൻ പറയും, സിസ്റ്ററെ ഇപ്പം എനിക്ക് അങ്ങനെ പറയാനൊന്നുമുള്ള ഇതില്ല, എങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് നോക്കാം, ദൈവം എന്തെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ പറയാം. ഇങ്ങനെ പറയാനേ എനിക്കിപ്പോൾ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ആരെയും ഭാഷയൊന്നും വ്യാഖ്യാനിക്കാനായിട്ട് ഞാൻ അങ്ങനെ മെനക്കെടാറില്ല. എൻ്റെ ഭാഷ മാത്രം തന്നെയാണ് എന്നോട് ദൈവം സംസാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുകയും അത് പറയുകയുമാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരു വലിയ ഗിഫ്റ്റാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും ആ ഗിഫ്റ്റിനായി പ്രാർത്ഥിക്കണമേ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ നിരസിച്ചത് കൊണ്ട് എനിക്കൊരു വേദനയാണ് മനസ്സിലായോ? ഇനിയും കർത്താവിനോട് അപ്പ എന്ന് പറയുമ്പോൾ എനിക്കൊരു സങ്കടം കൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത്. എങ്കിലും അത്യാവശ്യം ചിലർ പറയുന്നതിനൊക്കെ വ്യാഖ്യാനിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ഇന്നും ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എന്തിനു പ്രാർത്ഥിക്കണം? അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനും ഒപ്പം വ്യാഖ്യാനിക്കാനും. പിന്നെ നിങ്ങൾ ഈ അന്യഭാഷ പറയുമ്പോൾ ചുണ്ട് കൊണ്ടാണ് ആദ്യം പറഞ്ഞൊക്കെ തുടങ്ങുന്നത്. വാ തുറന്ന് പറയാനായിട്ട് ശ്രമിക്കണം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും വരുന്ന, ഉള്ളിൽ നിന്ന് എന്ത് വരും? ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അന്യഭാഷ പറയുമ്പോൾ വാ തുറന്ന് പറയാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നാക്കും ചുണ്ടും മാത്രം വെച്ച് പറയാനായിട്ട് ശ്രമിക്കരുത്. ആദ്യ നാളുകളിലൊക്കെ അങ്ങനെ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു തന്നുണ്ടോ? ഇതൊന്നും പറഞ്ഞു തരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഇതെല്ലാം അതിനകത്തുള്ള സീക്രട്ടുകളാണ്. വാ തുറന്ന് പറയുക. ഞാൻ ഫാസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വയറെല്ലാം ശൂന്യമായിരിക്കും. ശരിയല്ലേ? വയറ് ഫുള്ളാക്കി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. സത്യം, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പവർഫുള്ളായിട്ട് ടങ്സ് വരും. ഭയങ്കര സ്ട്രോങ് ആയിരിക്കും വരുന്ന ആ ഒരു പ്രസൻസിന്. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും. എൻ്റെ ഉള്ളിൽ നിന്ന് എവിടെന്നോ ഇതിങ്ങനെ കയറി വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും എൻ്റെ ആത്മാവിലൂടെ, എൻ്റെ ദേഹിയിലൂടെ ഇത് പ്രവഹിക്കുന്നതാണ്. അപ്പോൾ അത് പ്രസൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ ശ്രദ്ധിച്ചാൽ അത് കുറേ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ അകത്തു നിന്നാണ്, അകത്തെ മനുഷ്യനിൽ നിന്നാണ് അത് പുറത്തേക്ക് വെളിപ്പെട്ട് വരുന്നതെന്ന് കൃത്യമായും നിങ്ങൾക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിലോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയാണ് ഇത് എത്ര ദിവസം കൊണ്ട് ഈ വ്യാഖ്യാനപരം പഠിപ്പിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതങ്ങനെ വലിയ ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. എങ്കിലും ചെറിയ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒത്തിരിയുണ്ട്, കുറച്ച് മാത്രം പറഞ്ഞു തരിക കേട്ടോ. ഒരു 10 എണ്ണം പറഞ്ഞു തരാം. 1, അവൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. 2, ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കും. മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്റ്ററി എന്ന് പറഞ്ഞാൽ രഹസ്യം. രഹസ്യങ്ങളെ സംസാരിക്കുന്നു. 3, ഹൃദയ രഹസ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാപം ഏറ്റു പറഞ്ഞ കാര്യം അല്ലേ? ഹൃദയ രഹസ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നു. ഇതിനെല്ലാം ഭാഗമുണ്ട്, ഞാൻ പറഞ്ഞു തരും. ഭാഗമില്ലാത്തതൊന്നും ഞാൻ പറയാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കാറില്ല. അടുത്ത കാര്യം, അവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു. അതെപ്പോഴാണ് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലേ? നമുക്കത് വ്യാഖ്യാനിച്ച് അർത്ഥം കിട്ടുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് കൂടുതലും. അല്ലാതെ ഒരു പക്ഷേ എഡിഫിക്കേഷൻ നടക്കുന്നുണ്ടാവും. എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. അടുത്ത കാര്യം, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പറഞ്ഞല്ലേ, സ്തുതിക്കുന്ന അന്യഭാഷകൾ, ദൈവത്തെ രാജാതി രാജാവ്, കർത്താതി കർത്താവ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അന്യ ടങ്സിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഭാഷകളുണ്ട്. അടുത്ത കാര്യം, പരിശുദ്ധാത്മാവ് അവന് വേണ്ടി മനസ്സലിവോടെ ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. മനസ്സിലായി? മനസ്സലിവോടെ ദൈവത്തോട് പക്ഷപാതം ചെയ്യുകയാവാം ആ സമയത്ത്. അടുത്ത കാര്യം, സർവശക്തനായ ദൈവം ഏതെങ്കിലും കാര്യങ്ങൾ അവനോട് സംസാരിക്കുകയാവാം. മനസ്സിലായോ? അവന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞില്ലേ? ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു ലവ് ലാംഗ്വേജ്. ദൈവം തന്നെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് ആ ഒരു ഭാഷ ദൈവത്തിനും നമുക്കും മാത്രം അറിയാവുന്ന ഒരു ഭാഷയായിരിക്കും. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, അങ്ങനെയുള്ള ഭാഷ മാത്രം ഉള്ളവൻ ദൈവത്തോടും തന്നോടും മാത്രം സംസാരിച്ചാൽ മതി. മനസ്സിലായോ? അതിനെ വ്യാഖ്യാനിക്കാൻ ചിലപ്പോൾ ഒരാൾക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് പേഴ്സണൽ ലാംഗ്വേജാണ്. അങ്ങനെ ഒരാൾ വന്ന് ഇവിടെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. അവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കുകയും അതിൻ്റെ വ്യാഖ്യാനം അവൻ പറയുകയും വേണം, എന്നാലേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ലാംഗ്വേജുകളുണ്ട്.
അത് ദൈവം നിങ്ങൾക്ക് തരുന്ന ഭാഷയാണ്, ദൈവത്തിൻ്റെതായ ഭാഷ. ദൈവത്തിന് എത്ര ഭാഷ വേണോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു ഭാഷ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ മില്യൺ കണക്കിന് ഭാഷകൾ എൻ്റെ കർത്താവിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിലുള്ള ഭാഷകൾ നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ? മനുഷ്യർക്ക്, കേവലം ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യർക്ക് ഇത്രയും ഭാഷകൾ ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ ദൈവത്തിന് എന്തോരം ഭാഷ ഉണ്ടാക്കാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. അടുത്ത കാര്യം, ദൂതന്മാരോട് നമ്മൾ സംസാരിക്കുകയായിരിക്കാം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ. എനിക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട് കേട്ടോ. പിശാചിനോട് നമ്മൾ സംസാരിക്കും അന്യഭാഷകളിൽ, അവൻ്റെ കിങ്ഡത്തോട്, അവൻ്റെ കിങ്ഡത്തിലുള്ള ഭാഷയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയും. ഇനി ആ സമയത്ത് എൻ്റെ ആത്മാവായിരിക്കും പ്രാർത്ഥിക്കുക, ബുദ്ധിയല്ല. ഞാൻ ഏതാണ്ട് 10 കാര്യങ്ങളോളം പറഞ്ഞു. ഇതിനെല്ലാം ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഒന്നൊന്നായി പഠിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് കൊണ്ട് തീരത്തില്ല. കുഞ്ഞു കാര്യങ്ങൾ ഒരു 2 കാര്യമെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, അന്യഭാഷ ഇല്ലാത്തവർക്ക് അന്യഭാഷ കിട്ടണം, പുതിയ ഭാഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഭാഷ കിട്ടണം, വ്യാഖ്യാന വരം ആഗ്രഹിക്കുന്നവർക്ക് വ്യാഖ്യാന വരം കിട്ടണം. അഞ്ജന സിസ്റ്ററിന് എന്നേ വ്യാഖ്യാന വരം കിട്ടേണ്ട ആളായിരുന്നെന്ന് അറിയാമോ? പക്ഷെ കിട്ടിയില്ല. എനിക്ക് എന്തുകൊണ്ടെന്ന് അറിയാമോ? ജീവിതത്തിൽ ചില സ്ട്രഗിളുകൾ വരുമ്പോൾ, എത്ര വർഷമായി കാണും അന്യഭാഷയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ട്? എന്നെക്കാൾ ഏറെ മുമ്പേ വിശ്വാസത്തിൽ വന്ന ആളാണ്. എത്ര 10 വർഷത്തിലധികമായി കാണില്ലേ? 15 അതിനൊക്കെ മുമ്പേ. ഓക്കെ, ഞാനൊരു 15 അങ്ങ് ഇടുക കേട്ടോ. 15 വർഷം കൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരാൾക്ക് വ്യാഖ്യാനപരം എന്നേ കിട്ടേണ്ടതാ കുഞ്ഞെ. സത്യമാണ്, കുറ്റപ്പെടുന്നതൊന്നുമല്ല, ഞാനത് സ്നേഹത്തിൽ പറയുന്ന കേട്ടോ. നിങ്ങളൊക്കെ കർത്താവിന് ഉപകാരപ്പെടേണ്ടവരായിരുന്നു. പക്ഷെ പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിശാച് നിങ്ങളെ വലിച്ചോണ്ട് പോയതുകൊണ്ട് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് സ്ട്രഗിളുകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ പിണങ്ങും, പിന്നെ പ്രാർത്ഥിക്കത്തില്ല. കറക്റ്റാണ്. അതെന്നെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പം എല്ലാം റെഡിയായി വരുവാണല്ലേ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. സ്തോത്രം. പിണങ്ങുമ്പോൾ, അല്ലെങ്കിൽ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടാതിരിക്കുമ്പോഴോ, എന്തെങ്കിലും ഒരു വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് വന്നു കയറട്ടെ, മക്കളുടെ വിഷയം ആയിക്കോട്ടെ, ജോലിയുടെ വിഷയം ആകട്ടെ, സാമ്പത്തിക വിഷയം ആയിക്കോട്ടെ, ഉടനെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഇതെവിടെ കൂടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എങ്ങനെ ആ കാര്യം തീർക്കും, ഈ കാര്യം ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ നിന്ന് പ്രസംഗിക്കാൻ പോലും പറ്റത്തില്ല. സത്യം ഞാൻ പറഞ്ഞല്ലോ. ഇവിടുത്തെ ഈ കടത്തിൻ്റെ അവസ്ഥ, ഇവിടെ ഈ കാണുന്ന ഈ ഒരു ടാർപ്പ കെട്ടിയ സ്ഥലത്ത് ഇന്നലെ മഴയായിരുന്നുകൊണ്ട് എല്ലാം ഒതുക്കി ഇട്ട് നിന്ന് ആരാധിക്കേണ്ട ഒരവസ്ഥയിലൊക്കെ കാര്യങ്ങളുണ്ട്. മഴ പെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലായിടത്തും വെള്ളമാവുകയാണ്. നമുക്കിനി ഇവിടെ ഒരു എത്രയും വേഗം ഒരു ഹോള് വെച്ചെങ്കിലേ നമുക്കിരുന്ന് ആരാധിക്കാൻ പറ്റും. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ കൂടെ ഒന്ന് ഇൻ്റർലോക്ക് ചെയ്തിട്ട് ചെളിയൊന്നും കയറാതെ ഒരു ഹോൾ ചെറുതായിട്ട് വെച്ചാൽ 100-ലധികം പേർക്ക് ഇതിനകത്ത് തന്നെ ഇരുന്ന് ആരാധിക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കർത്താവിനോട് ചോദിക്കുക. കർത്താവ് എത്രയും വേഗം നമുക്ക് ആ ഒരു ഹോൾ തന്നില്ലെങ്കിൽ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയറെല്ലാം മാറ്റിയിട്ട്, കാരണം എല്ലായിടത്തും നനയും. എങ്ങനെയായിരുന്നാലും ടാർപ്പയ്ക്ക് ഒരു പരിധിയുണ്ടല്ലേ. ടാർപ്പയ്ക്ക് മഴവെള്ളത്തെ പിടിച്ചേർന്നതിന് പരിധിയുണ്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം ഇത് ഈ വെള്ളത്തിൻ്റെ വെയിറ്റ് കൊണ്ട് പൊട്ടി താഴേക്ക് വീണു. വെള്ളം താങ്ങി നിൽക്കുന്നില്ല അതിനകത്ത് വലിയ മഴ പെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും? പുതിയ കയർ വാങ്ങിക്കും, കെട്ടും. അടുത്ത ദിവസം പിന്നെയും പൊട്ടി വീഴും, പിന്നെയും കെട്ടും. ഇതിങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നതല്ല. ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയുന്നവർ ഇതിനകത്ത് കുറവാണ്. എന്തുകൊണ്ടാണ്? ഈ കോളനി ഏരിയയിലുള്ള പാവ അമ്മമാരല്ലേ ഇതിനകത്ത് കൂടുതൽ ഇരിക്കുന്നത്. അവർക്കെന്ന് പറഞ്ഞാൽ സഹായിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലേ. ഒരു ഗവൺമെൻറ് കൊടുക്കുന്ന വസ്തുവിനകത്ത് വീട് വെച്ച് താമസിക്കുന്നവർ, അവരെ അങ്ങോട്ട് സഹായിക്കുന്നതുകൊണ്ടാണ് അവരിവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് കഴിയാത്തത് എൻ്റെ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനൊന്നും പറ്റി ഭാരപ്പെടരുത്. അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഭാരപ്പെട്ട അപ്പോൾ അയ്യോ മഴ പെയ്യോ, ഇതെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുമോ? കർത്താവിനോട് ഞാൻ പറഞ്ഞു, അപ്പാ രാവിലെ മഴ വേണ്ട, രാവിലെ ഇവിടെ മഴ വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ ദൂതന്മാരെല്ലായിടത്തും നിർത്തുകയാണ്. ഈ ആരാധന കഴിഞ്ഞിട്ട് മഴയ്ക്ക് സ്വാഗതം. അതുവരെ എൻ്റെ കർത്താവ് കാത്തുകൊള്ളണമേ. പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങ് നിൽക്കുക. അതെൻ്റെ ഒരു വിശ്വാസമോ. ദൈവം അത് ചെയ്യുമോ? അല്ലേ ബ്രദറെ? അല്ലയോ?
അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസത്താൽ ഞാൻ ചരിക്കും ചില കാര്യങ്ങളിൽ. ദൈവം അത് എനിക്ക് വേണ്ടി ചെയ്യും. സ്തോത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒന്നിനും ആകുലപ്പെടുന്നവര് ആയിരിക്കരുത്. നിങ്ങളുടെ തലമുറയെക്കുറിച്ചോ നിങ്ങളുടെ മക്കളെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ആകുലപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാവിൽ വളരാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആക്കിയിട്ട് നമ്മൾ പറയുന്ന ടങ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്താണ് നമ്മൾ പറയുന്നത്? ഓരോ വാക്കും പറയുമ്പോൾ അപ്പ മനസ്സിലാക്കി താപ്പാ, അപ്പ മനസ്സിലാക്കി തരണേ, എൻ്റെ മനസ്സിലോട്ട് അത് വരട്ടെ, എൻ്റെ ആലോചനയിലോട്ട് വരട്ടെ, എന്നെ മാറ്റണമേ കർത്താവേ, അങ്ങയുടെ സ്നേഹം എന്നിൽ നിറയട്ടെ, ഞാൻ വളരട്ടെ, എൻ്റെ ആത്മാവ് വളരട്ടെ കർത്താവേ, അതിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും എനിക്ക് ഗ്രഹിക്കണോപ്പാ. ശരിക്കും ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണെന്ന് വെക്കുക കേട്ടോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിരുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സ്നേഹം ഫീൽ ചെയ്യോ ഇല്ലയോ? ചെയ്യൂല്ലേ? ഫീൽ ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് അതിലൊന്നും വലിയ ഫീലിംഗ് ഒന്നും വരത്തില്ല. പക്ഷെ ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെ പ്രിയപ്പെട്ടവളാണ്. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് നമ്മളൊരു വാക്ക് കേട്ടാൽ അവസാനം വരെ ജീവിക്കാൻ നമുക്ക് അത് പോരെ, മതി. ദാറ്റ്സ് എനഫ്. അത് മതി നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു സ്നേഹ ഭാഷ നിങ്ങൾ കേൾക്കണം. ഞാൻ ചില സമയത്ത് ദുഃഖിച്ച് ഭാരപ്പെട്ടിരുന്ന് കരയാറൊക്കെ ഉണ്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ. ഇപ്പൊ അത് ഒത്തിരിയും കുറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ കൃപയാല്. ഞാൻ കരയും, രാത്രികളിലിരുന്ന് കരയും. ഭാരം കാരണം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷകളിൽ ഞാൻ സംസാരിച്ച് കരയും. ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യാഖ്യാനം പെട്ടെന്ന് വരികയാണ്. വ്യാഖ്യാനം കിട്ടി തുടങ്ങിയ ശേഷമാണ്, നീ കരയുന്നത് എന്തിന്? എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ആരും കരഞ്ഞോണ്ടിരുന്നപ്പോ വന്ന് ചോദിക്കാത്തൊരു ചോദ്യം. നീ കരയുന്നത് എന്തിന്? എഴുന്നേൽക്ക്, ബലപ്പെട്, ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ നിമിഷം എൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് നിന്നു. എൻ്റെ ഹൃദയത്തിലെ മുറിവുകൾ കെട്ടപ്പെട്ടു. ഹല്ലേലൂയ. അതിനുശേഷം ഒരു കാര്യത്തിനും അമൃത ആകുലപ്പെട്ട് കരഞ്ഞിട്ടില്ല. കാരണം വലം കൈ പിടിച്ചിരിക്കുകയല്ലേ, ഇനി ഇട്ടിട്ട് പോകത്തില്ലല്ലോ. വലം കൈ പിടിച്ചിരിക്കുന്നു. കരയുന്നത് നിർത്ത്, കരയല്ലേ എന്ന് പറയാൻ ഒരാൾ. നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ വീഴുമ്പോൾ ഉണ്ടല്ലോ, കുഞ്ഞു പ്രായത്തിൽ വീഴുമ്പോൾ തറയിലാ വീഴുന്നത്. അവര് നമ്മളൊക്കെ വീഴുന്ന സമയത്ത് ആര് പോയി എടുത്താലും ഇവർ കരച്ചിൽ നിർത്തില്ല. കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയാം. അമ്മ അങ്ങോട്ട് എടുത്ത് തോളയിട്ട്, പോട്ട് മോളെ പോട്ടെ, ഈ തറയ്ക്ക് ഇട്ട് 2 ചവിട്ടുമൊക്കെ കൊടുക്കും. തറയാണല്ലേ നിന്നെ തള്ളിയിട്ടത്, ഇപ്പൊ കാണിച്ചു തരാം. അന്നേരം അവർക്കുണ്ടാകുന്ന ഒരു ആശ്വാസം അല്ലേ. അവിടെ വെള്ളം വീണത് കൊണ്ടായിരിക്കാം വീണത്, അവരുടെ കുറ്റമായിരിക്കാം. പക്ഷെ നമ്മളെ ആ ഒരു ഫ്ലോറിനെ അങ്ങ് കുറ്റമൊക്കെ അങ്ങ് പറഞ്ഞ് അവരെ അങ്ങ് ആശ്വസിപ്പിക്കുമ്പോൾ കരച്ചിൽ നിർത്തും. എത്ര പൊടി കുഞ്ഞായിക്കോട്ടെ, അമ്മ എടുത്താൽ എടുത്തതാ, ബാക്കി ആരെടുത്താലും കരച്ചിൽ നിർത്തത്തില്ല. അതാ ദൈവത്തിന്റെ ആ ഹൃദയത്തിലെ ചൂട് നമ്മൾ അറിഞ്ഞാൽ പിന്നെ നമ്മൾ കരയത്തില്ല. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, താതന്റെ മാർവല്ലോ എന്നാശ്രയം, താതന്റെ ചൂടല്ലോ എന്ന ഭയം. അത് ആ ചൂട് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എന്താണ് ദൈവം സംസാരിക്കുന്നതെന്ന് കേട്ടേ പറ്റൂ. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു മാർഗം കൂടെ ഉണ്ട്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡായത്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമെങ്കിൽ നിങ്ങൾക്കത് പ്രാപിക്കാൻ കഴിയും. ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ആദ്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ നിൽക്കുക, പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി മെസ്സേജ് എടുക്കാൻ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ വരണം, അടുത്ത് വന്ന് നിൽക്കണം, സംസാരിക്കുക. എന്നോട് പെട്ടെന്ന് സംസാരിക്കാതെ ഞാൻ തുടങ്ങത്തില്ല. അതാ ഇവിടെ നിന്ന് ഈ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. നേരത്തെ വന്ന് എന്നോട് പറയാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ല തുടങ്ങാനായിട്ട്. അതുവരെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കും, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും ചിലപ്പോൾ. എന്നാൽ തുടങ്ങാന്ന് പറയുന്നത് എപ്പോഴെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കും. ഞാൻ വന്നിട്ടുണ്ട്, നേരത്തെ ഇല്ലെന്നല്ല, തുടങ്ങാനുള്ള സമയം പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയും കാതിൽ. അപ്പോൾ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ മുതൽ ഇത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതുവരെ ഞാനിങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം, അല്ലാതെ ഒന്നിനും സാധ്യമാകുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ശുശ്രൂഷ ആയിക്കോട്ടെ, ജോലിക്ക് പോകുന്നതായിക്കോട്ടെ, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് പോകണം. പരിശുദ്ധാത്മാവിന്റെ
ശബ്ദം കേട്ട് നടക്കണം. ജീവിതത്തിൽ ഒരു ചെറിയ കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മാവിന് ചെയ്തു തരാനായിട്ട് കഴിയും. വെറുതെ ഒരിടത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുക പെട്ടെന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമോ പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ വ്യാഖ്യാനം കിട്ടി. എനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കുക എന്തുവാ പെട്ടെന്ന് അവിടെ നിന്ന് മാറാനായിട്ട് ഞാൻ അവിടെ നിന്ന് ചാടി മാറിയതും വലിയൊരു ശീമപ്ലാവ് ഉണ്ട് അവിടെ നിന്നൊരു വലിയ ഒരു ശാഖ വന്ന് ഒടിഞ്ഞങ്ങ് വീഴും. അതിൻ്റെ പുറത്ത് വീഴേണ്ട സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് അന്യഭാഷയെ പ്രാർത്ഥിച്ചത് കൊണ്ടല്ലേ എനിക്കതിൻ്റെ വ്യാഖ്യാനം കിട്ടുകയും എനിക്ക് അവിടെ നിന്ന് മാറുകയും ചെയ്യാൻ പറ്റിയത്. മനസ്സിലായോ? അങ്ങനെയും ദൈവത്തിന് പരിശുദ്ധാത്മാവിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഒരു അപകടത്തിൽ ചെന്ന് ചാടാൻ പോവുകയാണ്, പെട്ടെന്ന് എനിക്കൊരു ആത്മാവിലൊരു പ്രേരണ ലഭിക്കുന്നു, അന്യഭാഷയിലൊന്നും പ്രാർത്ഥിക്കാം, പെട്ടെന്ന് പ്രാർത്ഥിക്കുക. എത്രയോ അവസരങ്ങൾ ഇതുപോലെ ഇൻസിഡന്റ് ഉണ്ടായി. ദേവദാസന്മാർ പറയുന്നുണ്ട്, കാറിലിരുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നുകയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അന്നേരം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, പെട്ടെന്ന് കാർ ഒരു വളവിൽ തിരിയുമ്പോൾ ലോറിയുമായിട്ട് കൂട്ടിയിടിക്കാൻ പോകുന്നു. കേട്ടിട്ടില്ലേ ഈ സംഭവം? ആരും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ലോറിയുടെ വഴിക്ക് പോയി, കാറിന്റെ വഴിക്ക് പോയി. അവിടെയോ ദൂതന്മാർ ഇറങ്ങി അവിടെ അങ്ങ് കാര്യം ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഏത് സമയത്തും ശുശ്രൂഷയ്ക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇത് വേണം. ആത്മീക വർധനയ്ക്കും വളർച്ചയ്ക്കും എല്ലാത്തിനും ഈ അന്യഭാഷയും അതിൻ്റെ വ്യാഖ്യാനം പ്രധാനമായും നമുക്ക് കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഞാനൊരു 10 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിനെ ഓരോ വാക്യങ്ങൾ വായിച്ച് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരണം. അതിന് ഇന്നിനി സമയമില്ല, മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. പ്രാർത്ഥിക്കണം ഒരു 15 മിനിറ്റ് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് 2 മണിക്കൂർ പറഞ്ഞാൽ ഇതിപ്പോൾ തീരില്ല. മുമ്പേ ഞാൻ പറയുമ്പോൾ 20 മിനിറ്റ് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. 20 മിനിറ്റ് പ്രസംഗിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് മണിക്കൂറുകൾ നിന്നാലും ഒരു ബുദ്ധിമുട്ടില്ല, ഒരു തളർച്ചയില്ല, ഒരു ഭാരമില്ല, ഒരു പ്രയാസമില്ല, വാക്കുകൾക്ക് കുറവില്ല, വാക്യങ്ങൾക്ക് കുറവില്ല. ഹല്ലേലൂയ. ഇത് അമൃതയുടെ മിടുക്കുകൊണ്ടല്ല, ഇത് ദൈവശക്തി അത്രേ. ഹല്ലേലൂയ. ആ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നുള്ളത്. അത് അത്യന്തമായ ശക്തിയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് നിങ്ങൾക്ക് കൂടി വരും. ഞാൻ പറഞ്ഞ ഈ 10 കാര്യങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത് അത് ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത എപ്പിസോഡിലൂടെ പറയുന്നതായിരിക്കും. അടുത്ത ആഴ്ച നമുക്ക് പറയാം. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഒരുങ്ങി വരണം. അതിനു മുമ്പേ, ഇത് തീരുന്നതിന് മുമ്പേ നിങ്ങൾ വ്യാഖ്യാനപരവും അന്യഭാഷയൊക്കെ നിറയുന്നവരായിട്ട് മാറണം. ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാലോ അല്പസമയം? അപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പം ആ നല്ല സമയത്തിനായി നന്ദി പറയും. യൂട്യൂബിലൂടെ എന്നെ കാണുന്ന സഹോദരങ്ങൾക്കായി, ആ കുടുംബങ്ങൾക്കായി, ഇവിടെ ആയിരിക്കുന്ന പ്രിയ മക്കൾക്കായി, സഹോദരങ്ങൾക്കായി, കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞങ്ങളെല്ലാം സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാണ്, അപ്പൻ്റെ മക്കളാണ്. കർത്താവേ, പുതിയ ഭാഷ ഞങ്ങൾക്ക് എല്ലാവരുടെ അവകാശമാണ്. ഞങ്ങൾക്കറിയാം. അങ്ങ് പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ പുതുഭാഷകളിൽ സംസാരിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ പെന്തക്കോസ്ത് ഞായർ തുടങ്ങിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ അപ്പം പുതിയ ആത്മാവിൻ്റെ ഒരു നിറവ് പ്രാപിക്കാനായിട്ട് എല്ലാ മക്കളെയും സഹായിക്കണം. അടുത്ത ഒരു പടി കൂടെ വളരണം എനിക്ക് എന്നാഗ്രഹിക്കുന്ന മക്കൾക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഭാഷാവരമുള്ളവർ വ്യാഖ്യാനിക്കുന്നവരായി തീരട്ടെ. വ്യാഖ്യാനിക്കുന്നവർ പ്രവചിക്കുന്നവരായി തീരട്ടെ. പ്രവചിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ദൈവം തുറന്നു കൊടുക്കണം. ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിലെ പരിശുദ്ധാത്മാവ് അത് ചെയ്തെടുക്കേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ കരം ചലിക്കണം. വ്യക്തികളുടെ മേൽ അവിടുത്തെ കരം ചലിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് അന്യഭാഷ അറിയാവുന്നുള്ളവർക്ക് ഇപ്പോൾ ടങ്സിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഹല്ലേലൂയ. റൈസഖാന ബാലഹസ്സുനും ധരാറബന ഹലസറേ ധരേ ദരശദോ രാബാര ഹലശമാനം ധരാറിഗന ലേധരാ ബലഹസ്സനും ധരാറിബന. യേശുവിൻ്റെ നാമത്തിലപ്പാ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ അങ്ങയുടെ മക്കളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം വ്യാപരിക്കണം കർത്താവേ. ഞങ്ങൾ ആരും അവരുടെ തലയിൽ കൈവയ്ക്കുന്നില്ല, അവരുടെ അടുത്ത് പോകുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ
ഇപ്പോൾ അവർ ദൈവ സാന്നിധ്യം അവിടെ അനുഭവിക്കട്ടെ, അവരുടെ ശരീരങ്ങളിൽ അനുഭവിക്കട്ടെ, ഭവനങ്ങളിൽ അനുഭവിക്കട്ടെ, മുറിക്കുള്ളിൽ അനുഭവിക്കട്ടെ. ആ തീയുടെ അനുഭവം ഓരോ ശരീരങ്ങളിലേക്കും യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വരുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പലരെയും ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ വിട്ടുകൊടുക്കാതെ, ഹൃദയങ്ങളെ തോട്ടുകളെ മാറ്റാതെ, ആ മനസ്സിനെ അസ്വസ്ഥമാക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ചില കുടുംബങ്ങൾക്കകത്ത് ഇപ്പോൾ വിടുതലുകൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ. ദൈവത്തിന്റെ കരം ഇന്ന് ഭവനങ്ങൾക്കകത്ത് ഇറങ്ങി ചലിക്കണം. ഇത്ര നാളായി എനിക്ക് യേശുവിന് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടതുപോലെ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന ചില ഹൃദയങ്ങളുടെ മേല് ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ചിലരുടെ ആത്മ കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ, ഹൃദയദൃഷ്ടി തുറക്കട്ടെ, ആത്മാവിന്റെ ചെവികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. നിങ്ങൾക്ക് പലർക്കും അനുഭവങ്ങൾ ഉണ്ടാകുന്നവര് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചിലരിടങ്ങളിലേക്ക് ദൈവം പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. പുതുഭാഷകളിൽ സംസാരിക്കട്ടെ, നാവിന്റെ കെട്ടുകൾ പൊട്ടട്ടെ, ചങ്ങലകൾ അഴിയട്ടെ കർത്താവേ. പിശാച് കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ ചങ്ങലകളും കുടുംബങ്ങൾക്കകത്ത് അഴിയട്ടെ, വ്യക്തികൾക്കകത്ത് അഴിയട്ടെ. തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ട് കരയുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ചലിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ദൈവിക ഭാഷകൾ എല്ലാവരുടെ അധരങ്ങളിലും വെളിപ്പെടട്ടെ. ഇപ്പോൾ കർത്താവിന്റെ അത്ഭുത സ്പർശനം എല്ലാ അധരങ്ങളിലും നടക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വായികൾ തുറന്ന് അന്യഭാഷകൾ പറയുവാന് എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയ വിടുതലുകൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. വലിയ ദൈവപ്രവർത്തികൾ ആ ഭവനങ്ങൾക്കകത്ത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തില്. ഞാൻ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, ഞാൻ ബ്ലസ് ചെയ്യുന്നു കർത്താവേ. അവരെ ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി മാറട്ടെ യേശുവിന്റെ നാമത്തില്. ചങ്ങലകൾ പൊട്ടി അവർ പുറത്തേക്ക് ഇറങ്ങട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ. കടഭാരത്താൽ ഭാരപ്പെടുന്നവര്, രോഗത്താൽ ഭാരപ്പെടുന്നവര്, ജീവിത സാഹചര്യങ്ങളാൽ ഭാരപ്പെടുന്നവര്, പരിശുദ്ധാത്മാവ് അവരെ ഇറങ്ങി വിടുവിക്കണമേ അപ്പ. യേശുവിന്റെ നാമത്തില് നല്ല ഉപജീവന മാർഗങ്ങൾ ചിലർക്ക് ദൈവം തരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ.
ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രവൃത്തി ആ കുടുംബത്തിലെല്ലാം വ്യാപരിച്ചതിനായി നന്ദി, അവരെ അനുഗ്രഹിച്ചതിനായി നന്ദി. പരിശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യവും അടുത്ത് ഞങ്ങൾ കാണുന്നവരെയും അവരോട് കൂടെ ഇരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. യൂട്യൂബിൽ എന്നെ കാണുന്നവരെല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വ്യാഖ്യാനപരത്തിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാവരും ഇത് അറിയണം, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇത് പ്രത്യേക ഒരു ജാതിക്കോ മതത്തിനോ ഡിനോമിനേഷനോ അകത്തുള്ളതല്ലത്. ദയവായി എല്ലാവർക്കും എത്തിച്ചാട്ടെ. അപ്പനും മക്കളുമായി ഈ നാളുകളിൽ ഒരു ആത്മബന്ധത്തിൽ വളരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ആമേൻ, ആമേൻ, ആമേൻ.